എന്താ സീനെന്താ? കുറെ നേരം ഞാൻ ശ്രദ്ധിക്കണു. ഒന്നുമില്ലടാ. നീ കാര്യം പറയാം, എന്തൊരിന്ന് പറ. എടാ, ഒന്ന് സ്വസ്ഥമായിട്ട് കക്കൂസി പോലും പോയിട്ട് പോയിരിക്കാൻ പറ്റുള്ളൂ. എടാ ഇതാണ് കാര്യം. എടാ എൻ്റെ ഒരു ഗുളികയുണ്ട്, അത് രാത്രി കഴിച്ചിട്ട് കിടന്നാൽ മതി. നാളെ കാലത്ത് നല്ല സുഖമായിട്ട് പൊക്കോളൂ. ഒന്ന് പോയടാ കോപ്പേ. പിന്നെന്താ നീ വേറെ സീനെന്താ? എടാ എടാ ഒന്ന് കക്കൂസി കീറി അപ്പം തുടങ്ങും. ഇറങ്ങാറായില്ലേ, ഇത്ര നേരം അവിടെ എന്തെടുക്കുക, മറ്റേതാണോ മറിച്ചതാണോ എന്ന് പറഞ്ഞു. ഇനി കഴിക്കാനിരിക്കുമ്പോഴാണെങ്കിലോ അച്ഛന് പഴയതുപോലെ വയ്യ, നിനക്ക് പണിക്ക് പോകാൻ പാടില്ല, നിനക്കിത് ടേക്ക് കെയർ ചെയ്യാൻ പാടില്ല. എടാ ഞാനിത് വീട്ടിൽ കുടുംബം നോക്കാഞ്ഞിട്ടാണോ? ഞാൻ വീട്ടിൽ കാശ് കൊടുക്കാഞ്ഞിട്ടാണോ? നിനക്ക് നീ എൻ്റെ 10ാം ക്ലാസ് പഠിക്കാൻ കൂടെ നടക്കണമല്ലേ, നിനക്കറിയാലോ തന്നെ. എടാ ഞാൻ എൻ്റെ പാഷന് വേണ്ടി കുറേ സ്ഥലത്ത് അലഞ്ഞിട്ട് പോയിട്ടുണ്ട്. ആ പോയി നിന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പണിയെടുത്തിട്ടുണ്ട്, വീട്ടിലേക്ക് ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവരില്ലാന്നാണ് പറയണേ. അവർ പറഞ്ഞാൽ അതൊന്നും കണക്കിലില്ല, നിൻ്റെ ഇഷ്ടത്തിന് പോയി നീ ജീവിച്ചതല്ലേന്ന് നോക്കണേ. കസിൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മളേതാണ്ട് കളിയാക്കും പോലെയാണ്, നമ്മളേതാണ്ട് കളിയാക്കണ വസ്തു, നമ്മളെ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ. എടാ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പാഷൻ്റെ പുറമാണെന്ന് എനിക്ക് പോയത് എൻ്റെ റിലേഷൻ പോയി. എൻ്റെ വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ ഒരുത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നടന്നാൽ ഞാൻ കഷ്ടപ്പെട്ടെ. അന്ന് പോയോണ്ട് കുറച്ച് കോണ്ടാക്ട്സ് കിട്ടി, അത് വെച്ച് ഇനിയും ഞാൻ ചെയ്യും. എനിക്കെൻ്റെ പാഷൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂവിനോട്ട് സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞത്, അവരെ അടുത്ത് വെച്ചേക്കല്ലോ സർക്കാർ ജോലി എനിക്ക് വേണ്ടി ഞാൻ വരുമെന്നും പറഞ്ഞ്. സത്യമാണ് മടുത്തോളി, ജീവിതം മടുത്തോളി. എടാ ഞാൻ എന്ത് ചെയ്തിട്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവര് തന്നെ പറയാൻ ഞാൻ ഒരു പരാജയമാണ്. മടുത്തു, സത്യമാണ് മടുത്തു. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആരാ സപ്പോർട്ട് ചെയ്യണേ? ആരാ ഉള്ള കൂടെ? ഒരു മനുഷ്യനില്ല കൂടെ. കഴിഞ്ഞ എടാ ഇതൊക്കെ എത്ര വലിയ പ്രശ്നങ്ങളാണോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ലൈഫിൽ പ്രശ്നങ്ങളെത്താൻ ആരാ ഉള്ളേ? നീ എന്നെ നോക്ക്, എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് ഞാൻ അതൊക്കെ കാട്ടിക്കൂടെ നടക്കണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ വന്നേക്കണ എത്ര പേരുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്കുണ്ട്, നിനക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എടാ ലൈഫ് ആകുമ്പോൾ എങ്ങനെയൊക്കെയാണ്, ഒറ്റ ദിവസം ഒന്നും മാറി മറിയാൻ പോകണമെന്നില്ലല്ലോ. നിനക്കിപ്പോൾ എത്ര വയസ്സായി? എനിക്ക് അടുത്ത മാസം 24. 2 കൊല്ലം കഴിയുമ്പോൾ സൂക്കടക്കാണ് മാറിക്കോളൂ. ആ പപ്പ കോട്ടക്കണക്കിന് സപ്ലി ഉണ്ടാക്കി വെച്ച് തിരിഞ്ഞ് നടക്കുക. 1 മണിക്കൂറിൽ നീ വീട്ടിൽ വന്നില്ലെങ്കിൽ ആ വഴിക്ക് പൊക്കണം കേട്ടല്ലോ. ആ കപ്പയ്ക്ക് സപ്ലി ഒക്കെ എഴുതി തീർക്കുമോ? തീർത്തല്ലേ പറ്റുള്ളൂ.